ആ തുറന്ന വാഹനത്തിൽ ഇരുവശത്തും SPG സെക്യൂരിറ്റിക്കാർക്ക് നടുവിലായി നരേന്ദ്രമോദി വാഹനത്തിൽ തന്നെയാണ്. കൂടെയുള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും മറ്റ് 3 സ്ഥാനാർത്ഥികളുമാണ്. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, പൊന്നാനിയിലെ നിവേദിത സുബ്രഹ്മണ്യൻ, മലപ്പുറത്തെ അബ്ദുൽ സലാം, ഈ 3 സ്ഥാനാർത്ഥികളും ഒപ്പം സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ട്. അദ്ദേഹം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ഇരുവശത്തും സെക്യൂരിറ്റി SPG സെക്യൂരിറ്റി ഉണ്ട്. ഇരുവശത്തും പ്രവർത്തകർ കൂടി നിന്ന് അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നടത്തുന്നു. പിന്നെ അദ്ദേഹം ശുഭ്രവസ്ത്രധാരിയായിട്ടാണ്, കാവിത്തൊപ്പിയും ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് നരേന്ദ്രമോദി കടന്നു വരുന്നത്. ആ തുറന്ന വാഹനം എല്ലായിടത്തും ഒരേ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം സഞ്ചരിക്കാറുള്ളത്. ആ തുറന്ന വാഹനം ഇപ്പോൾ ജില്ലാശുപത്രിക്ക് മുന്നിലേക്ക് എത്തുന്നു. ജില്ലാശുപത്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുന്നു. അദ്ദേഹത്തിന് ഇരുവശത്തുമായി നിൽക്കുന്നത് ഒരു ഭാഗത്ത് C കൃഷ്ണകുമാർ, പാലക്കാടിന്റെ BJP NDAയുടെ സ്ഥാനാർത്ഥി, മറ്റു ഭാഗത്ത് നിവേദിത സുബ്രഹ്മണ്യൻ, അതിനിടയിൽ K സുരേന്ദ്രൻ അദ്ദേഹത്തിന് തൊട്ട് പിറകിലായിട്ടുണ്ട്. ഈ 3 പേരുമാണിപ്പോൾ ഈ വാഹനത്തിലുള്ളത്. മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിനെ വാഹനത്തിൽ കാണുന്നില്ല. അബ്ദുൽ സലാം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും മുൻവശത്തായി അദ്ദേഹത്തെ കാണുന്നില്ല. ഇതായിപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് തൊട്ട് മുന്നിലൂടെ നരേന്ദ്രമോദി കടന്നു പോകുന്നു. അദ്ദേഹം ഇരുവശത്തുമുള്ള പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, അതുപോലെ പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവരും ഇപ്പോൾ ഈ വാഹനത്തിലുണ്ട്. SPG സെക്യൂരിറ്റിക്കാരുണ്ട്. നരേന്ദ്രമോദിയുടെ സ്വന്തം വീഡിയോ ക്യാമറാമാനും അതേ വാഹനത്തിലുണ്ട്. ഇരുവശത്തുമുള്ള പ്രവർത്തകരുടെ വലിയ ആവേശം, മുദ്രാവാക്യം വിളിച്ച് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ച് പ്രവർത്തകരാകെ ഇപ്പോൾ വലിയ ആവേശം തീർക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി പാലക്കാട് വലിയ ആവേശമായി മാറുന്നു എന്ന് പറയാം. ഏതായാലും നരേന്ദ്രമോദിയുടെ വാഹനം ഇപ്പോൾ എനിക്ക് തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്നു. ഇനി സുൽത്താൻപേട്ട വഴി അദ്ദേഹം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കാണ് പോകുന്നത്. ഈ ദൂരം എന്ന് പറയുന്നത് 900 മീറ്റർ ദൂരമാണുള്ളത്. ആ 900 മീറ്റർ ദൂരത്തിൽ അദ്ദേഹത്തിന്റെ വാഹനം ഇതേ വേഗതയിൽ മാത്രമായിരിക്കും പോവുക. ഈ വേഗത്തിലാണെങ്കിൽ ഏകദേശം 45 മിനിറ്റ് കൊണ്ട് ഈ വേഗത്തിൽ അവിടേക്ക് കടന്നു പോകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദിയുടെ വാഹനം ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് മുന്നിലൂടെ കടന്നു പോയിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്താണ് ഇത് അവസാനിക്കുന്നത്. ഏതായാലും കൃത്യസമയത്ത് തന്നെ നരേന്ദ്രമോദി എത്തിയെന്നുള്ളതാണ്. 10:15 അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്നും അതിനുശേഷം 10:30 ഈ 5 വിളക്കുള്ള ഭാഗത്തേക്ക് എത്തുമെന്നും ഈ റോഡ് ഷോ ആരംഭിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം അതേ സമയത്ത് തന്നെ ഇത് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അകമ്പടി വാഹനങ്ങൾ മുഴുവൻ കടന്നു പോകുന്നു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു. ഈ വാഹനങ്ങൾ ഇപ്പോൾ ജില്ലാശുപത്രിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ സുൽത്താൻപേട്ട ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. 3 ഭാഗങ്ങളിലും ക്യാമറയുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് ഷോയ്ക്ക് മുന്നിലായി BJP തന്നെ സജ്ജീകരിച്ച ക്യാമറയിൽ അദ്ദേഹത്തെ മുഴുവനായും പകർത്തുന്നുണ്ട്. ഏതായാലും പാലക്കാട്ട് ഈ റോഡ് ഷോ സംഘടിപ്പിക്കുമ്പോൾ BJP ലക്ഷ്യം വെച്ചിട്ടുള്ളത് പ്രവർത്തകരിൽ വലിയ ആവേശം സൃഷ്ടിക്കുക, പാലക്കാട് ജയത്തിൽ കുറഞ്ഞൊന്നും BJP പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു വലിയ സന്ദേശം പാലക്കാട്ടെ പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ BJPയുടെ ആത്മവിശ്വാസം ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ BJP ജയിക്കാത്തത് കൊണ്ട്, BJP ജയിക്കില്ല എന്നുള്ളൊരു പ്രചരണം കൊണ്ട് BJPക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകളെല്ലാം തന്നെ ജയസാധ്യതയുള്ള BJP പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെ പാലക്കാടിനെ കണക്കാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് തന്നെ ആദ്യത്തെ റോഡ് ഷോ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം നടത്തുന്ന ആദ്യത്തെ റോഡ് ഷോ ആണ്. ആ റോഡ് ഷോ പാലക്കാട്ടാണ് എന്നുള്ളത് പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരെ സംബന്ധിച്ചും BJPയുടെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ചും ഏറ്റവും ആവേശം നൽകുന്ന കാര്യമാണ്. കാരണം കേരളത്തിൽ നിന്നൊന്നും കിട്ടാനില്ല എന്നും കേരളത്തിൽ BJP ഒരിക്കലും ജയിക്കില്ല എന്നും ഇടതു വലത് മുന്നണികൾ പ്രതീക്ഷിക്കുമ്പോഴാണ് 400 അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിലേക്ക് തുടർച്ചയായി എത്തുന്നത്. ഇത് 5ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. ഈ 5 തവണയും നരേന്ദ്രമോദി പറയുന്നത് 2 അക്കം തികയ്ക്കുമെന്നാണ്. ആകെ കേരളത്തിലുള്ളത് 20 സീറ്റുകളാണ്. ഈ 20 സീറ്റിൽ 19 UDFിന്റെ കയ്യിലും 1 LDFിനുമാണ്. ഇതിൽ നിന്ന് ആരുടെ എല്ലാം സീറ്റുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ധാരാളം BJPയുടെ ഏജൻസികൾ വിവിധ മണ്ഡലങ്ങളിൽ BJPയുടെ സംഘടനാ സംവിധാനത്തിന് അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ട്.